ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരപ്രകൃതം നല്ല ഉയരമുള്ള വ്യക്തിയായിരുന്നു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല നല്ല കരുത്തുള്ള ശരീരമായിരുന്നു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ. വെളുത്ത നിറമായിരുന്നു, നല്ല തിങ്ങിയ താടികളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കാഴ്ചയിൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെയും ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെയും ഒരുപോലെയായിരുന്നു തോന്നിച്ചിരുന്നത്. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഉമറാണോ എന്ന് തോന്നിയിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് രൂപസാദൃശ്യമുള്ള കരുത്തിലും ശരീര ഘടനയിലും ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് സാദൃശ്യമുള്ള സ്വഹാബിയായിരുന്നു മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അറബികൾക്കിടയിൽ പ്രസിദ്ധനായ പോരാളിയാണ്. യുദ്ധരംഗത്ത് രണഭൂമികളിൽ നിന്ന് രണഭൂമികളിലേക്ക് യാത്ര ചെയ്തിരുന്ന, യുദ്ധക്കളങ്ങളിൽ അന്തിയുറങ്ങിയിരുന്ന വീരശൂര പരാക്രമിയാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല. അദ്ദേഹത്തിന്റെ യുദ്ധരംഗത്തുള്ള കഴിവറിയണമെങ്കിൽ ഉഹുദ് യുദ്ധത്തിന്റെ ചരിത്രത്തിലേക്ക് പ്രവേശിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുസ്ലിമീങ്ങൾ ആദ്യഘട്ടത്തിൽ വിജയത്തിന്റെ മധുരം അനുഭവിക്കുകയും ഗനീമത്ത് സ്വത്ത് വീതിച്ചെടുക്കുന്നതിനു വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന ലംഘിച്ചുകൊണ്ട് മലമുകളിൽ നിർത്തിയ സ്വഹാബാക്കൾ താഴേക്കിറങ്ങിയപ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു, അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അദ്ദേഹം അന്ന് ശിർക്കിലാണ്, ഇരുട്ടിലാണ്. ഖാലിദ് ബിൻ വലീദ് എന്ന മുശ്രിക്കീങ്ങളുടെ അന്നത്തെ നേതാവ് ഉണർന്നു പ്രവർത്തിക്കുകയാണ്. 100ഓളം വരുന്ന കുതിരപ്പടയാളികളുമായി മുസ്ലിമീങ്ങൾക്ക് നേരെ കുതിച്ചുപായുകയും വിജയത്തിന്റെ മധുരം അനുഭവിച്ചിരുന്ന മുസ്ലിമീങ്ങളെ തകർത്തെറിയുകയും ചെയ്തത് ഖാലിദ് ബിൻ വലീദിന്റെ ബുദ്ധിയായിരുന്നു, അദ്ദേഹത്തിന്റെ യുദ്ധരംഗത്തുള്ള പാടവമായിരുന്നു. എത്ര ശക്തമായ പരിക്കാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അന്ന് ഉഹുദിലുള്ള അദ്ദേഹത്തിന്റെ പടയോട്ടത്തിൽ മുസ്ലിമീങ്ങൾക്കുണ്ടായത്. മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവും അന്ന് ശത്രുപക്ഷത്താണ്. രണ്ടുപേരും ചേർന്ന് നടത്തിയ പടയോട്ടത്തിൽ അവരുടെ മുസ്ലിമീങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങളിൽ 70ഓളം സ്വഹാബാക്കളെയാണ് മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ആ 70ഓളം സ്വഹാബ